Hello guys, thanks for checking back on my channel, Mr. Chef. ഒരു മെഡിറ്ററേനിയൻ ഡിഷായ മട്ടൺ ഹാരീസ് ആണ് നമ്മളുടെ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അറബിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് മട്ടൺ ഹാരീസ്. നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് കമന്റ് ഇട്ടിരുന്നു, ഇഫ്താറിന് പറ്റിയത് അല്ലെന്നെങ്കിൽ റംദാന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു മട്ടന്റെ ഡിഷ് റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അതുമാതിരി തന്നെ വേറെ ഒന്ന് രണ്ട് റിക്വസ്റ്റ് കിട്ടിയിരുന്നു, സെയിം മട്ടൺ ഡിഷ് ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യാമെന്ന്. ഈ രണ്ട് റിക്വസ്റ്റോടെ കമ്പൈൻ ചെയ്ത് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എൻ്റെ മൈൻഡിലേക്ക് വന്നത് മട്ടൺ ഹാരീസ് ആണ്. കാരണം ഇത് വളരെ ഈസിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് മാത്രമുള്ളൂ ഈ റെസിപ്പിയിൽ. വളരെ റിച്ച് ആയിട്ടും ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഉള്ള ഡിഷാണ്. സ്പൈസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. ചെറിയ പിള്ളേർ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഹാരിസ് എന്ന് പറയുന്നത് ഒരു അറബിക് വേർഡാണ്. ഹാരിസിന്റെ മലയാളം പറയുന്നത് ഗോതമ്പ് അല്ലെങ്കിൽ ഹോൾ വീറ്റ്. ഈ ഹോൾ വീറ്റ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ മട്ടനും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് വളരെ ഒരു സൂപ്പർ ഫുഡ് നമുക്ക് പറയാം. കാരണം റിച്ച് ആൻഡ് ക്രീമി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ മട്ടൺ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് മട്ടൺ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെയിം റെസിപ്പി വിത്ത് ഡിഫറെന്റ് മീറ്റ്. അപ്പോൾ നമ്മൾ 1 കിലോ മട്ടൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർകോൺ, 2 കറുവാപ്പട്ട, 10 ഏലക്ക, 10 കരാമ്പൂ. നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ഞാനൊരു മസ്ലിൻ ക്ലോത്തിലേക്ക് ഇട്ടിട്ടാണ് ഇത് ടൈ ചെയ്തിട്ടാണ് നമ്മളുടെ മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ ഇടുന്നത്. കാരണം നമ്മൾ ഇത് പിന്നീട് എടുത്ത് മാറ്റാനായിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മസ്ലിൻ ക്ലോത്ത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ അപ്പച്ചന്റെ ഒരു മുണ്ടെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുമാതിരി ആക്കിയിട്ട് അത് കെട്ടിയിട്ടാലും മതി. എക്സ്ട്രാ ഉള്ള തുണി നമുക്കിന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മളുടെ സ്പൈസസ് മട്ടണിലേക്ക് ഇടാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ 4 ക്ലോസ് ഗാർലിക് ഇതിലേക്ക് ഇടുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാൻ ഇന്ന് കറക്റ്റ് അളന്നൊഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ കുക്കറിന്റെ ലിഡ് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മറിൽ 6 വിസിലും അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഗോതമ്പ് എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് 1/2 കിലോ ഗോതമ്പാണ്. 700 ml വെള്ളമാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊരു 75 ml ഒലിവ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. കുറച്ച് സോൾട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുക്കാകുമ്പോൾ ഇതിന് അടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓവറായിട്ട് തിക്കാവുകയാണെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗൈസ് നമ്മളുടെ ഗോതമ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ട് നല്ല സ്മാഷ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മറിൽ 6 വിസിലും അടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ സ്പൈസ് മിക്സ് നമുക്ക് എടുത്തുനിന്ന് കളയാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. ഇതെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ മട്ടൺ എല്ലാം നമുക്കൊന്ന് ഡീബോയിൽ ചെയ്യണം. പക്ഷേ ഇപ്പം നല്ല ചൂടാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ബോയിൽ ചെയ്ത ഗോതമ്പിലേക്ക് നമ്മളെടുത്ത് വെച്ച സ്റ്റോക്കിന്റെ പകുതി നമുക്ക് ഒഴിക്കാം. സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ലാഡിൽ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല ഫൈൻ മിക്സറാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ലാഡിൽ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിനായിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മട്ടൺ ഒന്ന് ഡീബോൺ ചെയ്യാം. ഇനി നമ്മുടെ ബോൺസിൽ നിന്ന് നമ്മുടെ മീറ്റ് എല്ലാം നല്ല രീതിയിൽ ഇളകി പോരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 6 വിസിലെങ്കിലും നമ്മൾ മിനിമം അടിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലത്തെ മട്ടൺ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ടഫ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ 7 വിസിൽ വരെ അടിക്കേണ്ടി വരും. ഇനി അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മട്ടൺ ഇവിടെ ഡീബോൺ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഗോതമ്പിലേക്ക് നമുക്ക് ഇടാം. അതിനുശേഷം വീണ്ടും നമുക്കിന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് കാണാവുന്ന മാതിരി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിയുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഗീ ഇട്ട് നമുക്കിത് ഫിനിഷ് ഓഫ് ചെയ്യാം. നമുക്കിത് കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് പാപ്രിക്ക ഇതിന്റെ മുകളിലേക്ക് ഡസ്റ്റ് ചെയ്യാം. പാപ്രിക്ക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കാശ്മീരി ചില്ലി ആയാലും കുഴപ്പമില്ല. നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ് അറബിക് ഹാരീസ്.
അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എവറി വീക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരും. കുക്കിംഗ് ഐഡിയാസ് കിട്ടാനും കുക്കിംഗ് റെസിപ്പി കിട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. സോ until I see you with a different video, bye bye.